ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ CEP-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കയറിയോ? എല്ലാവരും വന്നു എന്ന് നോക്കട്ടോ. പുതിയ ആൾക്കാരെ, നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരൊക്കെ പങ്കെടുത്തു നോക്കണം. കാരണം ഈ ഒരു CEP വളരെ ഇമ്പോർട്ടൻസ് ആണ്. കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. നല്ലൊരു മെഡിറ്റേഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഏകദേശം 50 ആൾക്കാരായി. നമുക്കിന്ന് 100 പേരാക്കേണ്ടതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് റിമൈൻഡ് ചെയ്യുക. ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷൻ കൈകാര്യം ചെയ്യുന്നത് സുഷിത മാഡമാണ്. നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻസ് പൊസിഷൻ ഇന്ന് ചെയ്യുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, അല്ലെ, ഫോളോ അപ്പ്. നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ മടിക്കുന്നതും ചെയ്താൽ പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് ഫോളോ അപ്പ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സുഷിത മാഡം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഞാൻ അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ പവർഫുൾ ലേഡി ഓൺട്രപ്രണർ സുഷിത മാഡം. വെൽക്കം, പ്ലീസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സെഷനിൽ ഇനിയും ആളുകൾ കയറാനുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സാർ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ആളുകളെ ഈ ഒരു CEP-യിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നല്ലൊരു മെഡിറ്റേഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ കടന്നുപോയി. വളരെ ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിരാവിലെ നമ്മുടെ മനസ്സുകളിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നല്ല റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും, അല്ലെ. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസത്തില് നമുക്ക് ഈ ഒരു പുലരി കാണാനായിട്ട് നമ്മളെ അനുവദിച്ച ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ ആരംഭിക്കാം. CEP ഇറ്റ്സ് എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് CEP എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ ആക്ഷൻസും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഒരു വലിയ പാറക്കെട്ടിലേക്ക് ഓരോ തുള്ളി തുള്ളി വെള്ളം വീഴുമ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അത് ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആവുമ്പോൾ ആ ഒരു പാറയെ വരെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അതിനിങ്ങനെ ഒരു കുഴി ഉണ്ടാക്കാനായിട്ട് ആ ഒരു വെള്ളത്തുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവറി സിംഗിൾ കാര്യമാണ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. റെപ്പിറ്റീഷൻ ഈസ് ദ മദർ ഓഫ് സക്സസ്. സക്സസിലേക്കുള്ള സക്സസിന്റെ ഒരു എന്താ പറയാ, അതിന് ജന്മം നൽകുന്നത് റെപ്പിറ്റീഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ നമ്മുടെ ലൈഫ് തന്നെ ഒരു റെപ്പിറ്റീഷൻ ആണ്, അല്ലെ. നമ്മൾ രാവിലെ എണീക്കുന്നു, എന്നും ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇറ്റ്സ് എ റെപ്പിറ്റീഷൻ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ലൈഫിൽ സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലെ ആ ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു മോർണിംഗ് CEP അറ്റൻഡ് ചെയ്യുന്നതും. ബിസിനസ്സും നമ്മൾ കുറച്ച് നാളുകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് അല്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് ആയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത്, അല്ലെ. അപ്പൊ നമ്മുടെ ബിസിനസ്സിലും നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ഈ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഓരോ ഫാമിലീസ് ആണ് നമ്മളോടൊപ്പം കണക്ട് ആവുന്നത്, അല്ലെ. ഓരോ വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള വ്യക്തികളാണ് നമ്മളിലേക്ക് കണക്ട് ആവുന്നത്. അപ്പൊ അവരെയൊക്കെ എങ്ങനെ നമ്മുടെ ഈ ഒരു ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് എങ്ങനെ അവരെ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഈ വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ഡെഫിനീഷൻസ് ആണ് വിജയത്തിനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ നേടുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുക, നല്ലൊരു ആരോഗ്യം നേടിയെടുക്കുക, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് ആണ്, അല്ലെ. പക്ഷെ അതിലുപരി സക്സസ് എന്നതുകൊണ്ട് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്
ഒരു സക്സസ് നേടിക്കൊടുത്താൽ അതിനൊരു കളർ കൂടും അല്ലേ? കാരണം നമ്മളിലൂടെ മറ്റൊരു ഫാമിലിയിലേക്ക് ആരോഗ്യം കിട്ടുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം കിട്ടുക എന്നൊക്കെയുള്ള പറയുന്നത് നമ്മളെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ ആ ഒരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിലും നമ്മൾ സക്സസ് ആയി എന്ന് വേണം പറയാനായിട്ട്. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സക്സസിന്റെ ഡെഫിനേഷൻസ് വ്യത്യസ്തങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ രാവിലെ എണീറ്റു, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് എണീറ്റു, നമ്മൾ നന്ദി പറഞ്ഞു, ദൈവത്തിന് നന്ദി പറഞ്ഞു, നമ്മുടെ പാരന്റ്സിന് നന്ദി പറഞ്ഞു, അങ്ങനെ നമ്മൾ ഈ ഒരു ദിവസം ആരംഭിക്കുകയാണ്. നമ്മളെല്ലാം ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക്, ഇപ്പൊ ഒരു സെയിം പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെല്ലാം കടന്നു വന്നിരിക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നാണ് അല്ലെ? ഏതൊരു ഇപ്പോ വീട്ടമ്മമാരുണ്ട്, ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്, പല മേഖലയിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അങ്ങനെ ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, വിന്നിംഗ് ടീമിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊരു മേഖലയിലും നിങ്ങൾ വിരാജിക്കുന്ന ആ ഏതൊരു മേഖലയിലും അതിനൊരു സ്വഭാവമുണ്ടല്ലേ? ആ ഒരു ജോലിക്കൊരു സ്വഭാവമുണ്ട്. എന്താണ്? ഒരു എഡ്യൂക്കേഷൻ വേണം അല്ലെ? ഇപ്പൊ ഒരു ഡ്രൈവർ ആണെന്ന് വിചാരിക്കാം. അപ്പോ അവർക്ക് ആ ഒരു വാഹനം ഓടിക്കാൻ ആദ്യം പഠിക്കണം അല്ലെ? എഡ്യൂക്കേഷൻ ചെയ്യണം. അതുപോലെ തന്നെ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അത് എക്സാമിനേഷൻ ചെയ്യണം. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സാമിനേഷൻ ഉണ്ട് അല്ലെ? ആ എക്സാമിനേഷൻ പാസ് ആയെങ്കിൽ മാത്രമാണ് നമുക്കൊരു ലൈസൻസ് കിട്ടുന്നുണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു കുറെ എക്സ്പീരിയൻസ് ഒക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും നല്ലൊരു ആ ഒരു ചെയ്യുന്ന മേഖലയിൽ നന്നായി പ്രശോഭിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പൊ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ? റോഡിൽ നമ്മൾ പാലിക്കേണ്ട കുറെ നിയമങ്ങൾ, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ. അപ്പൊ 4 E's കൂടി ചേരുമ്പോഴാണ് ഏതൊരു മേഖലയും അതിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലും നമ്മൾ കൂടെ വരുന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരുപാട് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള വ്യക്തികൾക്ക് നമ്മൾ ബിഗിനേഴ്സ് പാക്ക് കൊടുക്കുന്നു, അതുപോലെ സ്റ്റാർട്ടർ പാക്ക് കൊടുക്കുന്നു, ടൂൾസ് പരിചയപ്പെടുത്തുന്നു, അവരെ CEP ആയിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവർ പഠിച്ചു കഴിയുമ്പോൾ എന്താണ്, അതിൽ ഓരോ കാര്യങ്ങളിലും അവർ പാസ്സായി പോകുന്നുണ്ടാവും. അങ്ങനെ എക്സാമിനേഷൻ അവർ പാസ്സായി, പിന്നെ അവരൊക്കെ എക്സ്പീരിയൻസ് ആയി ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്സിലൂടെ അവർക്ക് പഠിപ്പിക്കാനും, അങ്ങനെ തുടർന്ന് നമ്മളുടെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. വി ഫോക്കസ് ഓൺ ടൈം, അതുപോലെ തന്നെ മണി, സെക്യൂരിറ്റി. നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളുടെ സമയം, നമുക്കൊരു ടൈം ഫ്രീഡം വേണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. അതൊരു സെക്യൂരിറ്റി ലൈഫായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, വെറുതെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് ഒരു എത്തിക്സ് ഇല്ലാതെ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വളരെ നല്ല രീതിയിൽ അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെറുതെ അല്ല ആ കാര്യം ചെയ്യുന്നത്, അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പഠിച്ചിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലേ? നമ്മുടെ ശരിക്കും പറഞ്ഞാല് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ. കാരണം ഒരു റേഡിയോയിൽ ഒരുപാട് ചാനൽസ് ഉണ്ടാവും, ഒരു ഒന്നും കിട്ടാത്ത വെറുതെ കരകര ശബ്ദം മാത്രം കേൾക്കുന്ന കുറെ പോർഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതൊരു ഫൈൻ ട്യൂൺ ചെയ്യും അല്ലെ? ട്യൂൺ ചെയ്ത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മെഗാ ഹെഡ്സിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്. വെറുതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഫൈൻ ട്യൂൺ ആയിട്ട് ചെയ്തുകൊണ്ട് അതിൽ നല്ല റിസൾട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത പിന്നെ ലേൺ ഡു ടീച്ച് ആണ് അല്ലെ? നമ്മൾ പഠിക്കുന്നു, നമ്മൾ ചെയ്യുന്നു, നമ്മൾ പഠിപ്പിക്കുന്നു. പിന്നെ നമ്മൾ ഇപ്പൊ ഷാജി സാർ ചെയ്യുന്ന പോലെ പഠിപ്പിക്കുന്നു, ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മളിൽ തന്നെ ഒരു ഫൈൻ ട്യൂണിങ് നമ്മൾ നടത്തുക. അങ്ങനെ നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ നല്ല രീതിയിൽ ആ ഒരു കറക്റ്റ് മെഗാ ഹെഡ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് ടീച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പം ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വ്യക്തികളെയാണ് കണക്ട് ചെയ്യുന്നത്, ഓരോ ഫാമിലീസിനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, നമുക്ക് ഈ ഒരു ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അവരെ ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? അതൊരു ഫോളോ അപ്പിൽ കൂടെയാണ് നമുക്ക് സാധിക്കുന്നുണ്ടാവുക അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് അറിയാം, നമ്മുടെ സൂമിലൂടെ ഇപ്പൊ നമ്മൾ കൂടുതൽ ഈ കാര്യങ്ങൾ പറയുന്നത് സൂം ആയിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ
സൂമിലേക്ക് നമ്മൾ ഒരു പരിചയവുമില്ലാത്ത വ്യക്തികളെ കണക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിൽപ്പെട്ട വ്യക്തികളെ, റിലേഷനിൽപ്പെട്ട വ്യക്തികളേക്ക് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പോ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ കൂടെ ഈ ഒരു ബിസിനസ് അവർക്ക് ആദ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ, അവർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, നമ്മളിലൂടെയാണ് അവരെ ബിസിനസ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു വ്യക്തിക്ക് ബിസിനസ് പ്രസന്റേഷൻ നമ്മൾ സൂമിലേക്കൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് നമ്മളൊരു സൂമിൽ പ്രസന്റേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അവരെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നല്ലൊരു ഫോളോ അപ്പിലൂടെ മാത്രമാണ് അവരെ ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. നമ്മളിപ്പോ കാർ ഷോറൂമിലൊക്കെ പോകുമ്പോൾ അറിയാലേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റയൊക്കെ അവർ കളക്ട് ചെയ്യും. വെറുതെ നമ്മൾ ഒരു പൈസയും കയ്യിലില്ലാതെ ഒരു കാർ എടുക്കാനാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് അറിയാനാണെന്ന്, ഞങ്ങളത് ഭാവിയിൽ അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പോയാൽ വരെ അവർ നമ്മുടെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യും. നമ്മുടെ പേരും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഇമെയിൽ അഡ്രസ്സ് കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ബ്രോഷേഴ്സ്, അതുപോലെ തന്നെ ഫോൺ കോൾസിലൂടെ ഒക്കെ അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെ, എന്തായി കാറ് വാങ്ങിക്കുന്നതിനുള്ള കാര്യങ്ങൾ. ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഓരോ കാര്യങ്ങൾ, ആ ഒരു പുതിയ വാഹനങ്ങളുമായിട്ട് ഓരോ പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടാവും. അതിന്റെ EMI പ്ലാൻസ് ഒക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ടാവും. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് നമ്മളിലേക്ക് അവർ തരുന്നുണ്ടാവും. അപ്പൊ ഒരു ഫോളോ അപ്പിലൂടെ ലാസ്റ്റ് നമുക്ക് തന്നെ തോന്നും കാറ് വാങ്ങിക്കണം, എങ്ങനെയെങ്കിലും കാർ വാങ്ങിക്കണം, ഇവരെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യാതായല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലും നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ ശല്യം ചെയ്ത് ഫോളോ അപ്പ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫോളോ അപ്പ് നടത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക് അവരെയും ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് അല്ല എങ്കിൽ കുറെ നല്ല വ്യക്തികളെ നമ്മൾ മിസ്സാക്കി കളയുന്നുണ്ടാവും, അല്ലെ. ഇപ്പോ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒരുപാട് ശല്യം ചെയ്ത പോലെയൊക്കെ ഇതിനെ കുറിച്ചൊരു ഒരു ധാരണ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഒരുപാട് വ്യക്തികളെ നമ്മൾ മിസ്സാക്കി കളയുന്നുണ്ടാവും. നല്ല രീതിയിൽ ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് പറ്റിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് പ്രോസ്പെക്റ്റിനെ അതുപോലെ തന്നെ സസ്പെക്റ്റും ഉണ്ടാവാം, അല്ലെ. പ്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ അവർക്കൊരു നീഡ് ഉണ്ടാവും, ഒരു ആവശ്യം. നമ്മൾ ഈ ഒരു ബിസിനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ലഭിക്കും എന്ന ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഒരു പ്ലാൻ നമുക്ക് കൊടുക്കുന്നത്, അല്ലെ. ഒരു എക്സ്ട്രാ ഇൻകം, ഫിനാൻഷ്യൽ ഫ്രീഡം, ഹെൽത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രോസ്പെക്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു നീഡ് ഉണ്ടാവും, ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യം ഉണ്ടാവും, അല്ല എങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ആവശ്യം ഉണ്ടാവും, ഒരു ഹെൽത്ത് ആവശ്യം ഉണ്ടാവും. അങ്ങനെ നീഡുള്ള വ്യക്തിയെയാണ് നമ്മൾ പ്രോസ്പെക്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോ നേരിട്ടൊക്കെ ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അവരുടെ വീടുകളിൽ പോയിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ പ്ലാൻ കൊടുക്കുന്നതെങ്കിൽ അവരുടെ ചുറ്റുപാടൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒരു സ്ട്രേഞ്ചേഴ്സിനാണ്, ഇപ്പൊ ഓൺലൈൻ വഴി നമ്മൾ സ്ട്രേഞ്ചേഴ്സിനാണ് ബിസിനസ് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ചുറ്റുപാട് കറക്റ്റ് നമുക്ക്, അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ വാക്കിൽ തന്നെ ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് തുടക്കത്തിൽ സാധിക്കില്ല. പിന്നീട് വരുന്ന ഒരു കാറ്റഗറിയാണ് സസ്പെക്ട് എന്ന് പറയുന്നത്. അവർക്ക് ഒരു നീഡും ഉണ്ടാവില്ല. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം, വരും പോലെ വരട്ടെ എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അതൊരു സസ്പെക്ട് ആണ്. അപ്പോൾ മാക്സിമം നമ്മൾ സസ്പെക്റ്റിനെ പ്രോസ്പെക്റ്റ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ കൂടുതൽ സസ്പെക്റ്റിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഇവിടെ ആവശ്യം നീഡുള്ള പ്രോസ്പെക്ട്സിനെയാണ് ആവശ്യം. ഇനി അവർക്ക് നീഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറെ പ്രോസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അവരുടെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മളുടെ ഈ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പൊ അവരോട് പറയാം, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സമയമല്ല, ഇപ്പൊ അവര് വളർന്നു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടേ, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യം വേണ്ടേ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ഹിന്റുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു പ്രോസ്പെക്റ്റില് നീഡില്ലാത്ത ഒരു പ്രോസ്പെക്റ്റിൽ ആ നീഡ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും, അല്ലെ. അപ്പൊ നമ്മൾ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്, ഫൈൻഡ് പ്രോസ്പെക്ട്സ്, നീഡുള്ള പ്രോസ്പെക്റ്റിനെ ആദ്യം തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഫിൽട്രേഷൻ ആണ്. നമ്മൾ ഒരുപാട് ജനങ്ങളുള്ളതിൽ നിന്ന് ഫിൽട്ടർ ചെയ്താണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വ്യക്തികളെ കണക്ട് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോസ്പെക്റ്റിലെ നീഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് അതൊരു സ്കില്ലാണ്. ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേ മതിയാവും. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോ ആദ്യമൊക്കെ പറയും, നമുക്കൊരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മടിയുള്ള വ്യക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. കാരണം വ്യക്തികളുമായിട്ട് ഇടപഴകിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെയും നമ്മളുടെ സെൽഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ ഒക്കെ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പ്രോസ്പെക്ട്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ പ്രോസ്പെക്ട്സ് തന്നെ പലതരത്തിലുണ്ട്. വ്യക്തികൾ പലതരത്തിലാണ് നമ്മളോടൊപ്പം ബിസിനസ്സിൽ കോപ്പറേറ്റ് ചെയ്യുന്നത്. കൺസ്യൂമർ ആയിട്ടും, അതുപോലെ തന്നെ ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിട്ടും, അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സ് ആയിട്ടും നമുക്ക് വ്യക്തികളെ കാണാനായിട്ട് സാധിക്കും. അതായത് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഐഡിയയിൽ, ഇപ്പോ എന്റെ ഐഡിയയിൽ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നുണ്ട്. അവരെന്റെ കൺസ്യൂമേഴ്സ് ആണ്, അല്ലെ? പിന്നെ അതിൽ കൺസ്യൂമർ ആയിട്ടുള്ള വ്യക്തികൾ കുറച്ച് കഴിയുമ്പോൾ സ്മാർട്ട് കൺസ്യൂമർ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് അവർ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്ന ആ ബെനിഫിറ്റ്സും ക്യാഷ് ബാക്കും ഫ്രീ പ്രൊഡക്ട്സും ഒക്കെ അവരിലേക്ക് തന്നെ നേടിയെടുത്തുകൊണ്ട് ഒരു സ്മാർട്ട് കൺസ്യൂമർ ആവുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഈ സ്മാർട്ട് കൺസ്യൂമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ ലീഡേഴ്സ് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിങ്ങുകളിലേക്കൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ ബിസിനസ് ഓണേഴ്സ് ആയിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെ? അത് എങ്ങനെയാണ് മാറ്റിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്തുള്ള DLCP-യിൽ വരുന്ന സിഇഒയില്, അതുപോലെ അങ്ങനെ പ്രോഗ്രാംസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അപ്ലയൻസിനെ കണക്ട് ചെയ്തുകൊണ്ട്, കറക്റ്റ് നല്ല രീതിയിൽ അപ്ലയൻസിനെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് കൺസ്യൂമറിനെ നമുക്ക് ബിസിനസ് ഓണേഴ്സ് ആയിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മുടെ അപ്ലയൻസിന്റെ സഹായം നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിസിക്കൽ മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ആ ഒരു മേഖലയിലൊക്കെ വിജയിച്ചിട്ടുള്ള വ്യക്തികളെ നേരിട്ട് കാണുമ്പോൾ അവർക്ക് കൂടുതൽ ഈ ഒരു ബിസിനസ്സിൽ വിശ്വാസം വരും. അപ്പൊ നമുക്ക് പിന്നീട് അവർക്ക് ടൂൾസ് കൊടുക്കാം, സക്സസ് പ്രൊഫൈൽ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അവരായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു മേഖലയിൽപ്പെട്ട വ്യക്തികളാണ്, ഇങ്ങനെ വിജയിച്ചിട്ടുള്ള വ്യക്തികളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്, നേരിട്ട് ആ വ്യക്തികളെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമുക്ക് ഇവരെ, ഈ ഒരു സ്മാർട്ട് കൺസ്യൂമേഴ്സിനെ നമുക്ക് ഒരു ബിസിനസ് ഓണേഴ്സ് ആയിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് അവരെ സംവദിക്കാനായിട്ട് സാധിക്കില്ലല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വ്യക്തികളെ കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം നമ്മളുടെ മീറ്റിങ്ങുകളായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ CP, CEO ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ CEO വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാക്സിമം ഓൺലൈൻ മീറ്റിങ്ങുകളിലേക്ക് അവരെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം അവരിലേക്ക് കൂടുതൽ ഈ ഒരു സ്മാർട്ട് കൺസ്യൂമറിനെ ബിസിനസ് ഓണേഴ്സ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു പ്രോസ്പെക്ടിനെ കണ്ടു, അവരായിട്ട് സംസാരിച്ചു, നമ്മളുടെ ചോദ്യങ്ങളും അവരോട് സംസാരിക്കുന്ന രീതിയും ഒക്കെ നമ്മളിൽ കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. കാരണം നമ്മളൊരു കാര്യം ചോദിക്കുകയാണ്, അവര് എന്തൊക്കെ പറഞ്ഞാലും അവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നൊരു ആൻസർ ആയിരിക്കണം. അപ്പൊ നമ്മൾ പറയില്ലേ, പൂച്ച എങ്ങനെ വീണാലും 4 കാലിലേ വീഴാവൂ, അതുപോലെ തന്നെയാവണം നമ്മൾ എങ്ങനെ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അവരിൽ നിന്നുള്ള ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് മേ ബി യെസ്. അപ്പൊ എങ്ങനെയാണ് ആൻസർ എസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുക? കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നല്ല തടിയുള്ള വ്യക്തിയാണ്. അപ്പം അവര് ബിസിനസ് ഒക്കെ പറഞ്ഞിട്ട് അവര് ഇപ്പൊ ഒരുപാട് വേറെ വണ്ണം കുറയാനുള്ള പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് പൈസയൊക്കെ പോയിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റാത്ത വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് പറയണതേ, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിൽ ഇങ്ങനെ തടി കുറയാനുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവര് ആദ്യം പറയുന്ന കാര്യം എന്തായിരിക്കും? വേണ്ട, കാരണം ഞാൻ ഇതുപോലെ കുറെ വിലയുടെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എന്നും എനിക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പറ്റിക്കൽസ് ആണ്, എനിക്ക് വേണ്ട എന്നുള്ള കാര്യമായിരിക്കും. നോ ആയിരിക്കും അവർ പറയാനായിട്ട് ചാൻസ്. 99% ചാൻസ് അങ്ങനെയായിരിക്കും. പക്ഷെ നമുക്ക് എങ്ങനെ അതൊരു യെസ് ആക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ പറയാണ്, നമ്മൾക്ക് ഒരു വെസ്ലിം കാറ്റഗറി പ്രോഡക്ട്സ് ഉണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വണ്ണം കുറഞ്ഞാൽ അത് നല്ലതല്ലേ, അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോ നമുക്ക് അത്രയും അടുപ്പമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പറയാം, നിനക്ക് നല്ല യോജിച്ച ഡ്രസ്സ് ഇടാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് വഴി അങ്ങനെ സാധിച്ചാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലെ വലിയൊരു മാറ്റമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ചേഞ്ച് ആണതിൽ, വലിയ ചേഞ്ച്, അവർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ അവർ പറയും യെസ്, ഞാൻ ഓഫ് കോഴ്സ് അതിനോട് ഹാപ്പി ആകും. അപ്പൊ അതില് നമുക്ക് ആ ഒരു യെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ചോദ്യങ്ങളിൽ അവർ നൽകുന്ന ഉത്തരങ്ങൾ എന്തായിരിക്കും എന്ന് കൂടെ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ ഒരു പ്രോസ്പെക്റ്റിനെ അല്ലെങ്കിൽ നമ്മളെ ഒരു ബിസിനസ് കണക്ട് ചെയ്ത വ്യക്തികളോട് സംസാരിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ ആ സ്കില്ലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ പല വ്യക്തികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് വിലയല്ലേ,
എന്ന് പറഞ്ഞു കേൾക്കാം. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കേണ്ട കാര്യം എന്ത്? ഓഫ് കോഴ്സ് ശരി, വിലയാണ് നിങ്ങൾ ശരി, ഇതിന് റേറ്റ് ഉണ്ട്, ശരിയാണ്. മറ്റുള്ള പ്രോഡക്ട്സിനെ ഇപ്പൊ ഉപയോഗിച്ചിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോട്ടീൻ പൗഡറിന് റേറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചത് കൊണ്ട് എനിക്കതിന്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടി. ആ ഒരു റിസൾട്ട് നിങ്ങൾക്കും നേടിയെടുക്കാൻ അത് നല്ല കാര്യമല്ലേ? കാരണം നമ്മൾ ഒരുപാട് പൈസ വേറെ പല കാര്യങ്ങളിലും കൊണ്ട് കളഞ്ഞിട്ട് ഈ ഒരു തുക ചെലവാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? അപ്പൊ അവര് പറയും യെസ്, എത്ര രൂപ ചെലവാക്കിയാലും വേണ്ടിയില്ല, നമ്മുടെ ലൈഫിലേക്ക് നല്ലത് കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ ആ ഒരു നോ എന്ന് പറയാൻ അവര് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിനെ യെസ് എന്നാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു പ്രോസ്പെക്റ്റിനെ നമ്മൾ ബിസിനസ് പ്രസന്റേഷൻ കൊടുത്തു, അവരെ നല്ല രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാലും നമ്മൾ ഒരു റിലേഷൻ ബിൽഡ് ചെയ്തെടുക്കാം. സ്ട്രേഞ്ചേഴ്സിലേക്കാണ് നമ്മളിപ്പോ കൂടുതൽ ബിസിനസ് എത്തിക്കുന്നത് അല്ലെ? അപ്പോൾ സ്ട്രേഞ്ചേഴ്സിലേക്ക് ബിസിനസ് എത്തിക്കുമ്പോൾ ഈ ഒരു മീറ്റിംഗിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു, അവർ സൂം പ്ലാറ്റ്ഫോമിൽ പ്രസന്റേഷൻ കേട്ടു, ഷാജ് സാർ നന്നായിട്ട് സംസാരിച്ചു, നല്ല രീതിയിൽ ക്ലോസ് ചെയ്തു. നമ്മൾ നല്ല രീതിയിൽ അവരെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു വ്യക്തി കറക്റ്റ് ആയിട്ട് മിസ്സായി പോകുന്നുണ്ടാവും. ഒരു 24 hours അവരെ നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ തിരക്കുകളോ അല്ലെങ്കിൽ അവര് പ്രസന്റേഷനിലൊക്കെ നന്നായിട്ട് സംസാരിച്ച വ്യക്തിയല്ലേ, ഇനി വേണമെന്നുണ്ട് വെച്ചാൽ അവർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടപടിയാവുന്ന കേസ് അല്ലാതെ. കാരണം ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവന്ന് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നത് വരെ നമ്മൾ ആ ഒരു കാര്യത്തിന് എഫേർട്ട് ഇട്ടേ മതിയാവൂ അല്ലെ? അപ്പൊ ആഫ്റ്റർ മീറ്റിംഗ് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ അവരൊരു റിലേഷൻ, അതിനു മുമ്പ് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്തതിനു ശേഷം മാത്രം സൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവർക്ക് നമ്മൾ ചോദിക്കുന്ന, പിന്നീട് അവരായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും. ഇപ്പോ സാധാരണ ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളൊരു വ്യക്തിക്ക് സൂം ലിങ്ക് കൊടുത്തു, കേറിക്കോ, ഇതൊരു ബിസിനസ് പ്രസന്റേഷൻ ആണ്, നല്ലൊരു ഇൻകം വരുമാനം ലഭിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ്, കേറിക്കോ എന്ന് പറഞ്ഞ് അവരെ കയറ്റും. അവര് മേ ബി ഇതിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ കേറുന്നുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു നെഗറ്റീവോ കാര്യങ്ങളൊക്കെ അവരിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവര് ഓൾറെഡി നമ്മളൊരു റിലേഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോ ആ ഒരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്തിട്ട് വേണം അവര് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഫിസിക്കൽ മീറ്റിങ്ങുകൾ ചെയ്യുമ്പോൾ നമുക്ക് ബുക്ക്ലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണല്ലേ, എങ്ങനെ ഈ ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള ബുക്ക്ലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുത്തിട്ട് പോരാം. നിങ്ങളിത് വായിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിലധികം കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കൂ, ഞാൻ നാളെ അടുത്ത ദിവസം ഈ ഒരു ബുക്ക് കളക്ട് ചെയ്യാനായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും നമുക്ക് ഫിസിക്കൽ മീറ്റിങ്ങിലുള്ള വ്യക്തികൾക്ക് രണ്ടാമത് നമ്മളെ അവരെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കൊണ്ട് നമുക്ക് അവരെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. പിന്നെ റോഡിലൊക്കെ വെച്ച് നമ്മളിപ്പോ ഒരു ആൾക്ക് പ്ലാൻ കൊടുത്തു, അവരെ പിറ്റേ ദിവസം റോഡിൽ വെച്ച് കാണണം. നമ്മൾ ഫിസിക്കൽ മീറ്റിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ റോഡിലൊക്കെ വെച്ച് കാണുമ്പോൾ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം, ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് അസ്ഥാനത്തുള്ള ഒരു ചോദ്യമാണ്. ശരിക്കും അങ്ങനെ ഒരു കാരണവശാലും റോഡിലോ വഴിവെക്കിലോ അമ്പലപ്പറമ്പുകളിലോ ഉത്സവ പറമ്പുകളിലോ ഒന്നും വെച്ചിട്ട് നമ്മൾ അവരെ ക്ലോസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് അവരിലേക്ക്, അപ്പൊ അവരുടെ മനസ്സിൽ വരുന്ന കാര്യം എന്താണ്? ഞാൻ ചെന്നത് കൊണ്ട് ഇവർക്ക് എന്തോ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇവര് ഏത് വിധേനയും എന്നെ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മണ്ടത്തരം നിങ്ങൾ ആരും ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്തെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോട് കൂടി അവരെ ക്ലോസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലോസിംഗ് ടൈം ശ്രദ്ധിക്കണം. രാവിലെ തന്നെ ക്ലോസിംഗ് ടൈം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മൾ ഒരു സൈക്കോളജിക്കൽ കാര്യമാണത്. കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻസിനോടൊക്കെ ഒരു ലൈഫിൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും ഫ്രഷ് ആണല്ലേ, ഫീൽ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കണം, ഹസ്ബൻഡിന്റെ പുറത്ത് പോകണം, ജോലിയിലെ സ്ട്രഗിൾസ്, അങ്ങനെ കുറെ അധികം ടെൻഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മള് ഒരു ടെൻഷൻ ആയിട്ടുള്ള ജോലിക്ക് പോകുന്നവർക്ക് അവിടുത്തെ ടെൻഷൻ, വീട്ടിലെ ടെൻഷൻ, അങ്ങനെ ഒരുപാട് ടെൻഷൻസിന്റെ ഇടയിൽ ഉച്ചയ്ക്ക് അവരൊന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് മയങ്ങാനിരിക്കുന്ന സമയത്ത് വേഗം ചെന്നിട്ട് എന്തായി ബിസിനസിന്റെ കാര്യം ഇന്നലെ പറഞ്ഞത്, ജോയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ ഫീൽ ഫ്രീ ആയിട്ട് അവർ കാം ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് മാക്സിമം അത് അവരോട് സംസാരിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ അവരെ ക്ലോസ് ചെയ്യാനായിട്ട്, മൈൻഡ് ഫ്രീ ആയിട്ടുള്ള സമയത്ത് അവരെ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ അവരെ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രോസ്പെക്റ്റിനെ ഫീൽ ഫ്രീ ആയിട്ട് കംഫർട്ട് ആയിട്ട് അവരെ റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം.
അതിന് നമ്മൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, റിലേഷൻ ബിൽഡിംഗ് തന്നെയാണ് വേണ്ടത്. ഫിസിക്കൽ മീറ്റിങ്ങുകളിലൊക്കെ ചെല്ലുന്ന വ്യക്തികൾക്ക് അവർക്ക് വീടായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഫോട്ടോയാകാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മെയിൻ ആയിട്ട് ഷോ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കുട്ടികള് അല്ലെങ്കിൽ അവരുടെ പെറ്റ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെയും നമ്മൾ കുറച്ച് സ്നേഹിച്ച് തന്നെ പെരുമാറുകയാണെങ്കിൽ അവരിൽ നിന്ന് കുറച്ചുകൂടി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, ഇനി അവരെ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിട്ട് അല്ലെങ്കിൽ ഈവൺ ഒരു കൺസ്യൂമർ ആയിട്ട് തന്നെ നമുക്ക് അവരെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ ഓൺലൈനായിട്ട് നമ്മളെ ആളുകളെ കണക്ട് ചെയ്യുമ്പോൾ ഒരു പരിചയമില്ലാത്ത വ്യക്തികളാണ്. അപ്പോ അവരെ കണക്ട് ചെയ്യുമ്പോൾ അവരുടെ സ്ഥലം ചോദിക്കുന്നു, അവരുടെ പ്രൊഫഷൻ ചോദിക്കുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നു. പിന്നെ ചില വ്യക്തികൾ കുട്ടികളുടെ DP ഒക്കെ ഇട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവരിലേക്ക് നല്ല എങ്ങനെ റിലേഷൻ ബിൽഡ് ചെയ്യാമെന്ന് നമ്മളത് പഠിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. നമ്മളായിട്ട് റിലേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമാണ് അവരെ നമുക്ക് ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോ നമ്മളോട് സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് അവരായിട്ട് നല്ല വ്യക്തിപരമായിട്ടുള്ള അടുപ്പമായല്ലോ, ഈ ഒരു ബിസിനസ് ഇനി ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് കരുതിയിട്ട് ആളുകൾ ബിസിനസ്സിലേക്ക് വരണം. അങ്ങനെ എന്റെ കൂടെ ഒരുപാട് വ്യക്തികൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരായിട്ട് ലാസ്റ്റ് സമയം അവരെ ക്ലോസ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രോഡക്ട്സ് ഒന്നും വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ബിസിനസ് നിർത്തുകയാണെന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മൾ അവരായിട്ട് നല്ല റിലേഷനിൽ ഉള്ളത് കൊണ്ട് മാത്രം ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്ത വ്യക്തികളുണ്ട്. അപ്പോൾ റിലേഷൻ ബിൽഡിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ വലിയ രീതിയിലേക്ക് ഇപ്പൊ നമ്മൾ നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ഒരു സ്ട്രഗിൾ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ആ ഒരു കാര്യം, കാരണം ഇതിലേക്ക് വ്യക്തികളെ കൊണ്ടുവരാനായിട്ടൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം എല്ലാവരും നെഗറ്റീവാണ് പറയാ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവർക്ക് കൊടുക്കരുത്. ഇതൊരു ടഫ് ആയിട്ടുള്ള ഒരു ബിസിനസ്, വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൺസ്യൂമർ ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് വളരെ ഫീൽ ഫ്രീ ആയിട്ട് റിസ്ക് ഒന്നുമില്ലാതെ നമ്മുടെ പൈസ പോവാതെ നമുക്ക് ഈ ഒരു ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലീഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടി, വിന്നിംഗ് ടീമിന്റെ ഹെൽപ്പോട് കൂടി ആ ഒരു കാര്യമാണ് നമ്മൾ അവരിലേക്ക് കൊടുക്കേണ്ടത്. നമ്മൾ എങ്ങനെ വന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അവരിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം, എനിക്ക് ₹1 പോലും ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സമയത്ത് ഒരു സോപ്പ് പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഇത് പറയുമ്പോൾ ശരി, അവരായിട്ട് റിലേറ്റ് ചെയ്യും, ശരിയാണല്ലോ, എനിക്കിപ്പോ പൈസ ഇല്ലല്ലോ, അപ്പൊ ഇവര് ഇതിലെ ബിസിനസ്സിൽ നിന്നുവെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിന്നുകൂടാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ അവർക്ക് കൂടുതൽ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം അവരായിട്ട് ഒരു ആർഗ്യുമെന്റ്സിനോ അതുപോലെ തന്നെ ഒന്നും നിൽക്കരുത്. അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോ സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ, പ്രോസ്പെക്ട്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ നല്ലൊരു ശ്രോതാവായിട്ടിരിക്കുക. നമ്മൾക്ക് ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആവും അല്ലെ. അപ്പൊ നമ്മളെ ഒരാൾ കാമായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിലോ എല്ലാവർക്കും വേണ്ടത് ഒരു അറ്റൻഷൻ ആണ്. അപ്പൊ നമ്മൾ ഒരു ആർഗ്യുമെന്റ്സിലും നിൽക്കാതെ വളരെ നല്ല രീതിയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ റേറ്റ് കൂടുതലാണ്, പല പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെ. നമ്മൾ ഒരു വ്യക്തിയോട് ഇപ്പൊ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും, ബിസിനസ്സിലേക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ചില വ്യക്തികൾ പറയും നമുക്ക് ഇതിന് പ്രോഡക്റ്റിന് റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് കോണ്ടാക്ട്സ് കുറവാണ്, എനിക്ക് ഇങ്ങനെ നിങ്ങളെ പോലെ സംസാരിക്കാൻ അറിയില്ല, കുറേ അധികം കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താ, ഞാനും അങ്ങനെയായിരുന്നു, എനിക്കും ഈ ഒരു ബിസിനസ്സിൽ വന്നപ്പോ ₹1 പോലും ഇതിലേക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്റെ കൂടെ വ്യക്തികൾ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങൾ, നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും, ഓക്കെ, ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്കും അതിന് സാധിക്കും. പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, വി ക്യാൻ സപ്പോർട്ട് യു, വി ആർ വിത്ത് യു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അങ്ങനെ പറയുന്ന ഇപ്പൊ നമ്മുടെ പ്രസന്റേഷൻസിലൊക്കെ കേൾക്കാറുണ്ട്, ഷാജി സാർ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് വരുമാനം ആഗ്രഹമുണ്ട്, ഞാൻ വാങ്ങിത്തരും. അപ്പൊ അപ്പൊ അവര് വിചാരിക്കുന്ന കാര്യം എന്താണ്, ഹീസ് വിത്ത് അസ്, നമ്മളോടൊപ്പം അദ്ദേഹമുണ്ട്, വിജയിച്ചൊരു ലീഡറാണ് പറയുന്നത് നമ്മളെ ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയർത്താൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ അവർക്ക് ആ ഒരു കാര്യം നമ്മൾ കൊടുക്കണം, വി ആർ വിത്ത് യു, ഐ എം വിത്ത് യു. അപ്പൊ ആ ഒരു പിന്നെ നമുക്ക് ചിലപ്പോൾ കർഷകരാവാം, പല മേഖലയിൽപ്പെട്ടപ്പോൾ ഡ്രൈവേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സക്സസ് പ്രൊഫൈൽസ് ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മേക്ക് ദം കോൺഫിഡന്റ്, അവരെ കോൺഫിഡന്റ് ആവുക. ഈ ഒരു ബിസിനസ്സിൽ വന്നാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന ഒരു കാര്യം അവരിലേക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക. അപ്പോൾ ആ കോൺഫിഡൻസ്, നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസിലൂടെ അവർക്ക്
ബിസിനസ്സിലേക്ക് വരാനായിട്ട് സാധിക്കും. നമ്മളൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും സൈനപ്പ് ചെയ്യണം, വളരെ നല്ല രീതിയിൽ. അല്ല അവരെ പിടിച്ച് വലിച്ചതിലേക്ക് കയറ്റണം എന്നല്ല പറയുന്നത്, വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഒരു കസ്റ്റമറിനെ നമുക്ക്, അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനെ നമുക്ക് ഈ ഒരു ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അത് നമ്മളോടുള്ള റിലേഷനിലൂടെയാണ് കൂടുതൽ അതിനെ സാധിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അവര് സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്പനിയെ കണ്ടിട്ടല്ല, കമ്പനിയുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അറിഞ്ഞിട്ടല്ല, നമ്മളെ കണ്ടിട്ടാണ് ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ലുക്കിലും അതുപോലെ തന്നെ നമ്മളുടെ സംസാരത്തിലും ഒക്കെ ആ ഒരു കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ ടച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലെ ആളുകളെ കണക്ട് ചെയ്യാൻ സാധിക്കും. പുതിയ വരുന്ന വ്യക്തികൾക്ക് വെസ്റ്റീജ് എന്ന കാര്യം പരസ്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെസ്റ്റീജ് എന്ന കാര്യം ഒരു പേര് പോലും വ്യക്തികൾ കേട്ടിട്ടുണ്ടാവില്ല. പലരും കേട്ടിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം, പക്ഷെ കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യുന്ന വ്യക്തികൾ വെസ്റ്റീജ് എന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടില്ലല്ലോ, പരസ്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക അല്ലെ. ഇപ്പൊ വെസ്റ്റീജ് അറിയില്ല, വിന്നിംഗ് ടീം എന്താണെന്ന് അറിയില്ല, അതൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ആം വിത്ത് യു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യം നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ഫിസിക്കൽ മീറ്റിങ്ങുകളിലേക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ കൂടുതൽ കുറച്ച് വ്യക്തികളൊക്കെ നമുക്ക് ഫിസിക്കൽ മീറ്റിങ്ങുകളും ചെയ്തു തുടങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കുകയാണ്, അവരെ നമ്മുടെ ഐ കോണ്ടാക്റ്റിൽ വരുത്താനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ നമ്മൾ ഹസ്ബൻഡിനോടാണ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അവരെ ഓപ്പോസിറ്റ് ഇരുത്തിയിട്ട് വൈഫ് ചിലപ്പോൾ നമ്മുടെ പുറകിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോ നമ്മൾ വലിയ കാര്യങ്ങളായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ആ ചേട്ടൻ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരിക്കും പറയാം, അപ്പൊ വൈഫ് പിന്നിൽ നിന്ന് കാണിക്കും വേണ്ട. അപ്പോ ആ രണ്ട് വ്യക്തികളെയും ഒരേ ഒരു നമ്മുടെ ഐ കോണ്ടാക്റ്റിൽ ഇരുത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു ബിസിനസ്, അതായത് ഡിസിഷൻ പവർ ഉള്ള വ്യക്തികളെ നമ്മുടെ ഐ കോണ്ടാക്റ്റിൽ ഇരുത്തിയിട്ട് വേണം ഫിസിക്കൽ മീറ്റിങ്ങുകളിൽ നമ്മൾ ഒരു പ്രോസ്പെക്ടിങ് നടത്താനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രോസ്പെക്ടിങ് നമ്മൾ നടത്തി, ഫിസിക്കൽ മീറ്റിങ്ങുകളായിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, നമ്മൾ ഒരു പ്ലാൻ കൊടുത്തു, ബിസിനസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, അവർ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനുള്ള ഒരു വ്യഗ്രത നമ്മളിൽ ഉൾപ്പെടെ എല്ലാവരിലും ഉണ്ട് അല്ലെ. നമ്മളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ബിസിനസ് കേട്ടാൽ ഉടനെ തന്നെ നമ്മുടെ കുറെ വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ടാവും, നല്ല ഇൻകം കിട്ടും, നല്ല പ്രോഡക്ട്സ് ആണ്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു, വേഗം പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇനി ചെയ്യാതിരിക്കുക. ഇനി നമ്മളോടൊപ്പം വരുന്ന ആളുകളെ കൂടെ അങ്ങനെ ചെയ്യാതിരിപ്പിക്കാൻ കൂടെ നമ്മൾ ശ്രമിക്കുക. കാരണം അവരോട് പറയേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ എന്റെ ടീമുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാം, ലീഡേഴ്സിനെ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു പ്രോസ്പെക്റ്റിനെ സംസാരിക്കുമ്പോൾ അവര് വളരെ നല്ല രീതിയിൽ ഓക്കെ ആണ് എന്ന് നമുക്ക് കുറച്ചെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്ലൈനായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഷാജി സാറിന് അല്ലെങ്കിൽ നമ്മളെ ആരാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിന് ഫോൺ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലെ, സാറേ ഇതൊരു കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ മീറ്റിങ്ങുകളിൽ നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ ഒരുപാട് ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മനോജ് സാറും സുബ്രഹ്മണ്യം സാറും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരെ നമുക്ക് ആ ഒരു പ്രോസ്പെക്റ്റിലേക്ക് അവരെ അല്ലെങ്കിൽ DLCP ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ഒരു പുതിയ വ്യക്തിയെ കണക്ട് ചെയ്തു, ഫിസിക്കൽ മീറ്റിംഗിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു പരിചയമില്ലാത്ത വ്യക്തികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അയൽവക്കത്തുള്ളവർ ചോദിക്കും, പ്രത്യേകിച്ച് മലയാളികളും ചോദിക്കും ആരാണ് വന്നത്, അപ്പൊ ഇത് വെസ്റ്റീജിൽ നിന്നൊരു ബിസിനസിന്റെ കാര്യത്തിൽ വന്നതാണ്. അപ്പൊ വെസ്റ്റീജോ, എന്റെ ദൈവമേ, എന്റെ പരിചയത്തിൽപ്പെട്ട ഒരു വ്യക്തി വെസ്റ്റീജ് ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, ദയവ് ചെയ്ത് അതിലൊന്നും ചെന്ന് ചാടല്ലേ. അതായത് പൊളിഞ്ഞ ഒരു വ്യക്തിയോട് ഏതൊരു കാര്യം ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ പഠിച്ച 10ാം ക്ലാസ് തോറ്റൊരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു 10ാം ക്ലാസ് പരീക്ഷ എന്ന് വെച്ചിട്ട്, എന്റെ ദൈവമേ 10ാം ക്ലാസ് പരീക്ഷയോ ഓർക്കാൻ കൂടെ വയ്യ, നീ ഒരിക്കലും 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകണ്ട കേട്ടോ, വിജയിക്കില്ല എന്ന് പറയും. എങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരു വ്യക്തിയോടാണ് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിലോ, സിമ്പിൾ. 10ാം ക്ലാസ് പരീക്ഷ എന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ വിജയിച്ച വ്യക്തികളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ DLCPയിലും അതുപോലെ നമ്മുടെ ഇപ്പൊ എല്ലാ മേഖലയിലും തന്നെ CEOs ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മീറ്റിംഗിലേക്ക് കണക്ട് ചെയ്യുക, അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ടൈം 24 hours എന്നുള്ളത് വളരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ, ഒരുപാട് ആവശ്യമില്ലാത്ത വ്യക്തികളിലേക്ക് ബിസിനസ് കൊടുത്തുകൊണ്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഒരു പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ട് അവരെ വിട്ടുകളയുന്ന വ്യക്തികളെ കാണും.
ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു 3 മുതൽ 4 വരെ എങ്കിലും മിനിമം ഒരു ഫോളോ അപ്പ് നല്ല രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ആളുകളെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ ഹൈ ഇൻകം ലെവൽസ് ഒക്കെ ഏൺ ചെയ്യുന്ന ലീഡേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഫോളോ അപ്പിന് ശേഷമാണ് ഈ ഒരു വ്യക്തിയെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത് കിട്ടിയതെന്ന്. അപ്പൊ ഫോളോ അപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ ഭയങ്കര ബിസിയുള്ള ആളുകളാണല്ലോ, ഒരു പ്രാവശ്യം ചെയ്തിട്ട് അവര് താല്പര്യമില്ല പറഞ്ഞു, ഓക്കെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയല്ല വേണ്ടത്. അവിടെ ഒരു റിലേഷൻ ബിൽഡ് ചെയ്താൽ പിന്നീട് നമുക്ക് അവിടെ കയറി ചെല്ലാൻ ഒരു അവസരം, ആ വീടുകളിലാണെങ്കിലും ആ വ്യക്തികളിലാണെങ്കിലും ആ ഒരു മെസ്സേജിലേക്ക് നമുക്ക് കയറി ചെല്ലാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾക്ക് ഒരു വ്യക്തിയെ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോ കാർ സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സർവീസ് ചെയ്ത് നമ്മൾ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് സാർ സുഖം, അത് സർവീസിൽ സാർ ഹാപ്പി ആണോ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒരുപാട് അവർ ചോദിക്കുന്നുണ്ടാവും അല്ലെ. അപ്പം നമ്മളിപ്പോ ഒരു ജ്വല്ലറിയിൽ പോയിട്ട് നമ്മൾ പറയാണ് കുറച്ച് ഗോൾഡ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, റേറ്റ് ഒക്കെ അറിയാനായിട്ട് ജസ്റ്റ് വന്നതാണ് എന്ന് പറഞ്ഞ് പോന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ പിന്നീട് 1 ഗ്രാമെങ്കിലും വാങ്ങിക്കുന്ന രീതിയിലേക്ക് അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോൾ നമ്മൾ ആ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ പോലും നമ്മൾ അവരെ ഒരു അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമുക്ക് മാക്സിമം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം മാക്സിമം ആളുകളിലേക്ക് പ്രോസ്പെക്ടിങ് നടത്തുക, മാക്സിമം ആളുകളെ ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം ഒരു 80-20 റേഷ്യോയിലാണ് നമ്മുടെ ബിസിനസ് പോകുന്നത്. 100 വ്യക്തികളിലേക്ക് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 വ്യക്തികളായിരിക്കും നമ്മളോടൊപ്പം ബിസിനസ് പ്രസന്റേഷൻ കേൾക്കുക. ആ 20ൽ വീണ്ടും ഒരു 80-20 റേഷ്യോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ മാക്സിമം ആളുകളിലേക്ക്, മാക്സിമം വ്യക്തികളിലേക്ക് പ്രോസ്പെക്ടിങ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 24 അവേഴ്സിനുള്ളിൽ അവരെ ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ ഒരുപാട് ജനസംഖ്യ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ 90% വ്യക്തികളെ മാറ്റി നിർത്തുക, അവരെ നെഗ്ലക്ട് ചെയ്യും. ആ നെഗ്ലക്ട് ചെയ്ത് 10%, ബാക്കിയുള്ള 10% വ്യക്തികളിലേക്ക് ബിസിനസ് കൊടുത്താൽ വരെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വളരെ ഹൈ ഇൻകം ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു 10% വ്യക്തികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 14 കോടിയിലധികം വരുന്ന ജനങ്ങളാണ്. അപ്പോ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 14 കോടിയിലുള്ള ഈ ജനസംഖ്യ, ഈ ഒരു 10% വ്യക്തികള് ഒരു മാസം ഒരു പാക്കറ്റ് തീപ്പെട്ടി വാങ്ങിച്ചാൽ പോലും നമുക്കൊരു ഏകദേശം ഒരു 350-400 കോടിയിലധികം ബിസിനസ് ഒരു വർഷം നേടിയെടുക്കാൻ സാധിക്കും. അത്രയും ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ അത്രയും അധികം ഒരു ഹ്യൂജ് ഇൻഡസ്ട്രിയിലാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി മാർക്കറ്റിംഗ് ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന മാർക്കറ്റിന്റെ വലിപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. അൺലിമിറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരാം. കാരണം കുറച്ച് വ്യക്തികളെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 100 PV എങ്ങനെയെങ്കിലും ചെയ്യണം, 60 PV എങ്ങനെയെങ്കിലും ചെയ്യണം, എന്നിട്ട് ആ 1250ന്റെ വൗച്ചർ ഉണ്ടല്ലോ അത് നേടിയെടുക്കണം. അതിലേക്ക് ചിന്തിക്കാതെ അൺലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കുക. എങ്ങനെ 500 PV സർക്കിളിലേക്ക്, അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 500 PV സർക്കിളിലേക്കെങ്കിലും എങ്ങനെ എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഒരു കാര്യത്തിലും നമ്മൾ സ്റ്റക്ക് ആവാതിരിക്കുക. എനിവെയർ, എനിത്തിങ്, ഡോണ്ട് സ്റ്റക്ക് ഓൺ. എവിടെയും ഒരു വ്യക്തി നമ്മളോട് നമ്മൾ ബിസിനസ് പറഞ്ഞു, അവർ നെഗറ്റീവ് പറഞ്ഞാല് ഓക്കെ, നല്ല രീതിയിൽ അവരെ ഒരു ആർഗ്യുമെന്റ്സ് ഇല്ലാതെ ഓക്കെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല രീതിയിൽ അവരെ ക്ലോസ് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ മേ ബി നമ്മൾക്ക് ഒരു കൺസ്യൂമർ ആയിട്ടാണെങ്കിലും നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ തിങ്ക് ബിഗ്. നമ്മൾക്ക് ജനസംഖ്യ ഒരുപാടുണ്ട് നമുക്ക്. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ എന്താ പറയാ ചിന്തകൾ വലുതാക്കുക. നമ്മൾ ചിന്തകൾ ഒരുപാട് ഉയർത്തിക്കൊണ്ടു വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കും. നമ്മുടെ കമ്പനി സൂപ്പർ ആണല്ലേ, നമുക്ക് കമ്പനിയിൽ യാതൊരു തരത്തിലുള്ള ഡൗട്ട്സും ഇല്ല. വെസ്റ്റീജിന്റെ പ്രോഡക്ട്സിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഡൗട്ട്സും ഇല്ല. വിന്നിംഗ് ടീം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഡൗട്ട്സ് ഇല്ല. കാരണം എങ്ങനെ ബിസിനസ്സിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഓരോ ദിവസവും കമ്പനി നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിന്നിംഗ് ടീം നമുക്ക് വേണ്ടിയിട്ട് കരുതി വെക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി ഓരോ പ്രോഡക്ട്സും ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ പ്രോഡക്റ്റ് ലോഞ്ച് ഇതൊക്കെ ആര് വാങ്ങിക്കാനുണ്ട്. കമ്പനി അതിൽ വ്യക്തമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ അതിന്റെ എക്സ്പെരിമെന്റിലൂടെയാണ് ഓരോ പ്രോഡക്റ്റും ഇപ്പോൾ എന്താണ് മാർക്കറ്റിന് ആവശ്യം അത് വളരെ പഠിച്ചുകൊണ്ട് ആണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഓരോ പ്രൊഡക്ട്സിന്റെ പ്രാധാന്യം കമ്പനി മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പൊ വിന്നിംഗ് ടീമിന്റെ പ്രോഗ്രാംസ് നൽകിക്കൊണ്ട് നമ്മുടെ പ്രോസ്പെക്ട്സിനെ നമുക്ക് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ നമുക്ക്
ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിന്റെ പ്രോസസ്സിനെ ട്രസ്റ്റ് ദ പ്രോസസ്, നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ ഒരുപാട് വ്യക്തികൾ വിജയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിജയം കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളും നല്ല രീതിയിൽ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഇറ്റ്സ് ദ മോസ്റ്റ് റെലവന്റ് കീ. അപ്പോ സാർ എപ്പോഴും പറയാറുണ്ട് നമ്മളെല്ലാവരും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ്. അപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് അതിൽ ആവശ്യം ഒരു റിലേഷൻ ബിൽഡിംഗ് ആണ്. റിലേഷൻസ് ആണ് അറ്റുപോവാതെ നിൽക്കൂലെ. അറ്റുപോവാതെ നിൽക്കുന്ന രീതിയിലേക്ക് ഓരോ റിലേഷൻസിനെയും നമ്മളിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്രിയേഷനിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കും നമ്മുടെ ഡൗൺലൈൻസിന് പറഞ്ഞു കൊടുക്കണമെന്ന്. തീർച്ചയായിട്ടും അല്ല. ഫസ്റ്റ് യു ചേഞ്ച്. നമ്മൾ ചേഞ്ച് ആവുന്നുണ്ടോ? നമ്മൾ നല്ല രീതിയിൽ പ്രോസ്പെക്ടിങ് നടത്തുന്നുണ്ടോ? നല്ല രീതിയിൽ പ്രോസ്പെക്ട്സിനോട് സമീപിക്കുന്നുണ്ടോ? അവർക്ക് നല്ല രീതിയിൽ പ്ലാൻ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നല്ല രീതിയിൽ അവരെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മളിലേക്ക് ആദ്യം ചേഞ്ച് എടുത്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഇനിയും വരാനിരിക്കുന്ന UCDയിലേക്കും DUCDയിലേക്കൊക്കെ ബിസിനസ് കൈമാറ്റം ചെയ്ത് കൊടുക്കാനെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കണമെന്നെങ്കിൽ നമ്മളിലേക്ക് ആദ്യം നല്ലൊരു ചേഞ്ച് കൊണ്ടുവരേണ്ടതായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ, സാധിക്കണം. നമുക്ക് വ്യക്തികൾ നമ്മളോടൊപ്പം കണക്ട് ചെയ്യും. പീപ്പിൾ വിൽ ഫോളോ. അവർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മള് അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു കാര്യം അവരിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ റിലേഷൻ ബിൽഡിങ്ങിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു വ്യക്തി പറയുകയാണ് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മുടെ റിലേഷൻ ബിൽഡിങ്ങിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഒരു കാരണവശാലും അവർ നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് അവര് നമ്മളെ വിട്ടിട്ട് പോവില്ല. അപ്പോ ആ ഒരു കോൺഫിഡന്റ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ പീപ്പിൾസിനെയാണ്, അതിൽ ജനങ്ങളെയാണ്, ഫാമിലീസിനെയാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത് അല്ലെ. വി ഹാവ് ടു ബിൽഡ് പീപ്പിൾ. നമ്മൾ പീപ്പിൾസിനെ അല്ലെങ്കിൽ ജനങ്ങളെ ബിൽഡ് ചെയ്യുന്നു. പീപ്പിൾ വിൽ ബിൽഡ് ബിസിനസ്. ആ ഒരു നമ്മൾ കണക്ട് ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. പീപ്പിൾ ആർ ദ ബിഗ്ഗസ്റ്റ് അസറ്റ്. നമുക്കറിയാം വ്യക്തികളെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോ നെവർ എവർ ആർഗ്യൂ. ആരുമായിട്ട് ഒരു ആർഗ്യുമെന്റിൽ നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ ആരെയും പ്രീ ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു വ്യക്തിയെ ബിസിനസ് ഇവർക്ക് വേണ്ട ബിസിനസ്, ചിലപ്പോൾ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടാവുക. അല്ലെങ്കിൽ അവർ ഒരു പൈസ ഇല്ലാത്ത വ്യക്തിയല്ലേ, അവരെ കണക്ട് ചെയ്യേണ്ട. ചിലപ്പോൾ മേ ബി ആ ഒരു വ്യക്തി ആയിരിക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോ എന്റെ അപ്ലൈൻ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സോപ്പ് പോലും വാങ്ങിക്കാൻ കെൽപ്പില്ല എന്ന് പറഞ്ഞ ആ അപ്ലൈൻ എന്നെ വിട്ടിരുന്നു എങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് ഇങ്ങനെ നിൽക്കാനും ഇപ്പൊ നിങ്ങളോട് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് വ്യക്തികളെ എനിക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നെവർ എവർ പ്രീ ജഡ്ജ് എനി പ്രോസ്പെക്ട്. നമ്മൾ അതിലൂടെ ഒരുപാട് പ്രോസ്പെക്ട്സിനെ ലൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രോസ്പെക്ടിങ് നടത്തിക്കൊണ്ട് ഒരു പ്രോസ്പെക്റ്റിനെ പോലും നമ്മുടെ ഫോളോ അപ്പ് കാരണം, നമ്മുടെ ഭാഗത്തുണ്ടാവുന്ന മിസ്റ്റേക്ക് കാരണം ഒരു പ്രോസ്പെക്റ്റിനെ പോലും മിസ്സാക്കി കളയാതെ നല്ല രീതിയിൽ ഒരു നൈസ് ആയിട്ടുള്ള ഫോളോ അപ്പ് നടത്തി ഒരുപാട് പ്രോസ്പെക്റ്റിനെ കണ്ടെത്തി നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇന്ന് തന്നെ നല്ല രീതിയിൽ ഒരുപാട് പ്രോസ്പെക്ട്സിലേക്ക് ബിസിനസ് എത്തിക്കുക, നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക, നല്ല രീതിയിൽ ഒരു റിലേഷൻ ബിൽഡിങ്ങിലൂടെ വലിയൊരു സക്സസ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു. താങ്ക് യു. വളരെ സൂപ്പറായിരുന്നു, അടിപൊളി. ഈ ഒരു സെഷൻ, ഈ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന സാധനം നമ്മൾക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇങ്ങനൊരു സെഷൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു സെഷൻ കേട്ടോ. സൂപ്പറായിട്ട് കുറേ കാര്യങ്ങൾ, അതും 40 മിനിറ്റ് ടൈം കവർ ചെയ്ത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് സുഷിത മേഡം വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ ടീമിന്റെ ഇത് കണ്ടോ, ഇതാണ് ഈ ബിസിനസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഓരോ വ്യക്തികളും പഠിച്ച പോലെ ചെയ്യുക, അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക. ഇത് വളരെ മനോഹരമായിട്ട് നമുക്കിപ്പോൾ ഓരോ ലീഡേഴ്സും ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ മനോഹരമായ സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം, പഠിക്കാൻ തയ്യാറാവണം. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ, ആദ്യത്തെ വർഷം നമ്മളെല്ലാം റെക്കോർഡ് സെഷൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ മൊത്തം നമ്മൾ ലീഡേഴ്സ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. അതിൻ്റെ എല്ലാം ചാറ്റ് ബോക്സിൽ ആൾക്കാർ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു സുഷിത. ഇന്ന് ഏകദേശം 82ഓളം ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്.
ഞാൻ അറ്റൻഡൻസ് ഇടുമായിരുന്നു ഇത്തിരി സമയം. എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് അതിലായിരുന്നു. 82 പേരിൽ ആൾക്കാർ ഇന്ന് പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുന്നേ കയറാൻ ആൾക്കാർ കൂടുതൽ. കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് കയറി നിൽക്കാൻ ഇന്ന് ഉറങ്ങി തോന്നി ഞായറാഴ്ച ആയതുകൊണ്ട്. എല്ലാവരും കയറിയിട്ടുണ്ടെങ്കിൽ 130 ആൾക്കാരുണ്ടാവുന്നതാണ് ശരിക്കും. ഞാൻ ഈ 130 പേരുടെ പേര് എഴുതി വെച്ചിട്ട് 2 ദിവസമായിട്ട് കയറിയ ആൾക്കാരെ എല്ലാവരും, നിങ്ങളെല്ലാവരും റിക്വസ്റ്റാണ്, നമ്മളെ ഈ CEP നമുക്ക് ഒരു 300 പേരുടെ CEP ആക്കി മാറ്റണം. റെഡിയാണോ? ഈ രാവിലത്തെ മോർണിംഗ് CEP നമുക്ക് 300 പേരുടെ CEP ആക്കി മാറ്റണം. അതിനുള്ള ലിങ്ക് നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ വന്നിരിക്കുന്ന ഇന്ന് കയറിയിരിക്കുന്ന 82 പേരും 81 ആൾക്കാരും നാളത്തെ CEP-ൽ ഉണ്ടാവണം. ഇന്ന് മിസ്സായ ആൾക്കാരെ ഞാൻ വിളിക്കുന്നുണ്ടാവും, അവരും നാളത്തെ CEP-ൽ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് നമുക്കൊരു വലിയൊരു റെക്കോർഡുള്ള ഒരു CEP ആക്കി മാറ്റണം. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ CEP-യിൽ, ഈ രാവിലത്തെ മോർണിംഗ് CEP-ൽ പങ്കെടുക്കുന്ന ടീം നമ്മുടെ ടീമാണ്. ഏറ്റവും വലിയ പൊസിഷൻ നിൽക്കുന്ന, ഏറ്റവും വരുമാനം വാങ്ങിക്കുന്ന ലീഡേഴ്സിന്റെ അവിടെ പോലും 25 പേര്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ടീം വേറെ ലെവലിലാണ്. വലിയൊരു ഓർഗനൈസേഷനെ മാറുകയാണ് നമ്മുടെ ടീം. ഞാൻ ഇന്നലെ കണ്ട ഒരു സ്വപ്നമാണ്. ഞാൻ നാട്ടിലേക്ക് വരുവാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ, ഇന്നലെ സൗമ്യ ഉണ്ണികൃഷ്ണൻ സാറിന്റെ ടീമിന്റെ കുമരകത്ത് വോട്ടിനകത്ത് 200 പേര് പങ്കെടുക്കുന്ന അച്ചീവേഴ്സ് മീറ്റുണ്ട്. അവരൊക്കെ പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ടീമാണ്. അതുപോലെ നമ്മളെല്ലാവരും അടുത്ത വർഷം കേരളത്തിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടുന്നുണ്ടാവും, ഒരു ഫാമിലി മീറ്റ് പോലെ. അതുപോലെയൊക്കെ വലിയൊരു പ്രോഗ്രാമൊക്കെ നമ്മൾ നാട്ടിൽ ഫിസിക്കലായി ചെയ്യണം. ഒരുപാട് സക്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, വലിയൊരു വരുമാനത്തിൽ എത്താൻ സാധിക്കും. ഇതെല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ സുഷിത മേഡം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഫോളോ അപ്പിന്റെ കാര്യം കണ്ടിന്യൂ പ്രോസസ് ചെയ്താലും മാത്രമേ അവർ കിട്ടത്തുള്ളൂ. എനിക്കും കുറേ കാര്യം ഇന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ബാക്കി, ഒരാഴ്ചത്തെ കുറേ വർക്കുണ്ട്, എല്ലാവരും ഇന്ന് ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങളെല്ലാവരും അത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഒന്നും കൂടെ സുഷിതയോട് താങ്ക് യു. എല്ലാവർക്കും ഇന്ന് സെഷൻ നമുക്ക് വൈൻഡ് ചെയ്യാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു. താങ്ക് യു സാർ.